ഹലോ ഗെയ്സ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത്. ഇത് ഗേൾസിനും സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ മാത്രം കേട്ടിരുന്നാൽ മതി. കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഗേൾസും നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന ഗേൾസ് എന്തായാലും ചിലർ പാരൻസ് കൊണ്ടാക്കും. ഭൂരിഭാഗം ആൾക്കാരും എന്താ പറയുക, ബസ്സിൽ KSRTC പ്രൈവറ്റ് ബസ്സിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ ബസ്സിലെന്നൊക്കെ പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലരുണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം ബസ്സിൽ കയറുന്നവർ. ഒരു 40-50 വയസ്സൊക്കെ പ്രായമുള്ളവന്മാരാണ്. വലിയ ബഹുമാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവരെ കണ്ടാൽ മനസ്സിലാവത്തില്ല ഗീസ് അവരെങ്ങനെയാണ്. ഇപ്പം വേണമെങ്കിൽ ചിലരൊന്ന് കമൻ്റ് ഇടും, തിരക്കുള്ള ബസ്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. തിരക്കുള്ള ബസ്സാകുമ്പോൾ തട്ടും മുട്ടും അങ്ങനെയൊക്കെ ഇരിക്കും. അതൊക്കെ അങ്ങോട്ട് സഹിച്ചോണം എന്ന് വെച്ച് ഒരാൾ വന്ന് തട്ടിയെന്ന് വെച്ചാൽ അത് അയാൾ വേറെ അർത്ഥത്തിലാണ് തട്ടുന്നതെന്ന് വിചാരിക്കണ്ട. അങ്ങനെയുള്ളടത്ത് പറയാനുള്ളതാണ്. നമുക്ക് മനസ്സിലാവും അവരെന്ത് ഉദ്ദേശത്തിലാണ് പറയണതെന്ന്. തട്ടുന്നേക്കാൾ നമുക്ക് മനസ്സിലാവും. ഇവന്മാർ വന്നിട്ട് ബസ്സിൽ കിടന്ന് ഭയങ്കര തള്ളലും ഉന്തലൊക്കെയാണ് ഗീസ്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ +1 ആയതിനു ശേഷമാണ് ഈ KSRTC ബസ്സിലൊക്കെ പെർമനൻ്റ് ആയിട്ട് പോയി തുടങ്ങിയത്. എനിക്കും കുറേ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗീസ്, ഉള്ളത് പറയാമല്ലോ, ഉണ്ടായിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായി, പിന്നെ എനിക്കൊരു സങ്കടമായിരുന്നു. നമുക്ക് ആരുടെടുത്തും അങ്ങനെ നമ്മളത് എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെങ്കിലും പറയാൻ പറ്റുമോ? നാണക്കേട് വിചാരിച്ചാരും പറയില്ല, അത് വേറെ കേസ്. നമ്മൾ പറയണമെന്ന് ഞാൻ പറയുന്നില്ല ഗീസ്, നമ്മളതിൻ്റെ പ്രതികരിക്കണം. അവന്മാർ വല്ലതും ചെയ്യാൻ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഗീസ്. ഒന്ന്, കോമ്പസ്. എങ്ങാനും വന്ന് നമ്മളെ ദേഹത്ത് തട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും എന്ത് ഉദ്ദേശത്തിലാണ് തട്ടണമെന്നുള്ളത്. എന്താണ് കയ്യിലുള്ളത്? കോമ്പസ് എങ്കിൽ കോമ്പസ്, പേനയെങ്കിൽ പേന, പിന്നെങ്കിൽ പിന്ന്. എന്താണ് കിട്ടണത്, എവിടെയാണ് കുത്തേണ്ടതെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ദേഹത്തോട്ട് നമുക്ക് ബാഡ് ഫീൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കൈ കിട്ടുന്നിടത്ത് കുത്തേ ഇടിക്കുക, അവൻ എന്തെന്ന് വെച്ചാൽ ചെയ്തോണെങ്കിൽ എന്ത് വേണോ ചെയ്യാം. അവൻ തിരിച്ച് നമ്മളെ വല്ലതും ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ പറയണം. അങ്ങനെയാണെങ്കിൽ പറയണം ഗീസ്. ഒരിക്കലും നമ്മൾ അയാളെ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ കിടന്ന് ബഹളം വെക്കുകയോ മറ്റുള്ളവരെ അറിയിക്കാനോ പോകില്ല. കാരണം അത് അയാൾക്ക് നാണക്കേടാണ്. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കും കൂടെ ബസ്സിലൊരു പ്രശ്നം ഉണ്ടായി. 2-3 ദിവസത്തിൻ്റെ ഇടയ്ക്കാണ്, 2-3 ദിവസം ആയതേ ഉള്ളൂ. ഒരു പെൺകുട്ടിയിൽ നിന്ന് തട്ടുന്നു, ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇടിച്ച് ബസ് സീറ്റുണ്ട്, അതിനിടയിലോട്ട് കയറ്റി വിടുന്നു. അവളെ വയറൊക്കെ കമ്പിയിൽ തട്ടി ഇറുകി വല്ലാത്തൊരവസ്ഥയിൽ ആ കുട്ടി നിന്നത്. എന്നിട്ടും അവസാനം അത് ആരൊക്കെ കണ്ട് മനസ്സിലാക്കി അയാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. ഇങ്ങനെയൊന്ന് ചെയ്ത് വിട്ടാൽ മാത്രം പോരാ, മനസ്സിലായില്ലേ? നമ്മൾ ദേഹത്ത് തൊടാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കണം ഗെയ്സ്. ചിലരെന്ന് പറഞ്ഞാൽ പേടിച്ച് മിണ്ടാതെയൊക്കെ നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം, തിരിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം പോലും ഇല്ല. തിരിച്ച് അടി കൊടുക്കാനോ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത് എന്തായാലും ജോലിക്കൊക്കെ പോകുന്ന ആൻറ്റിമാരൊക്കെ കാണും, അവരോടൊന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം അവരേറ്റു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ബസ്സിനകത്തുണ്ട്. എൻ്റെ ബസ്സിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നെ പല രീതിയിലും ഇങ്ങനെയൊക്കെ സേഫ് ചെയ്തിട്ടുള്ള ആൾക്കാർ. പിന്നെന്താണെന്ന് വെച്ചാൽ, ഞാൻ കയറണ ബസ് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ബസ്സാണ് ഗീസ്. എന്തായാലും അത് എൻ്റെ സ്റ്റോപ്പ് എത്തണത് വരെയും നല്ല തിരക്കാണ്, ഉള്ളത് പറയാം, നല്ല തിരക്കാണ്. എന്തായാലും തട്ടയും മുട്ടയൊക്കെ ചെയ്യും, നമുക്കത് മനസ്സിലാവും. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ദേഹത്ത് എനിക്ക് ആരും തുറന്ന ഇഷ്ടമല്ല. ബസ്സിലായാൽ പോലും നിൽക്കുമ്പം ദേഹത്ത് തട്ടുന്നത്, കയ്യിലൊന്നും തട്ടുന്ന അതൊന്നും ഇഷ്ടമല്ല. ആ ഒരിതാണ്. ബാക്കിലൊക്കെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൈ ബാക്കിൽ ക്രോസ് ചെയ്ത് പിടിക്കും. അപ്പം തട്ടത്തില്ലല്ലോ, അങ്ങനെയൊക്കെ നിൽക്കും. നമ്മളെ തള്ളാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ ഉദ്ദേശം ശരിയല്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഞാനും പതുക്കെയൊക്കെയാണ് മനസ്സിലാക്കിയത്. ആദ്യമൊക്കെ പേടിച്ച് നാണക്കേടാണ്, പറയാമോ, ആരടുത്തെങ്കിലും പറയാമോ, അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. പറയാം, ഒരു പേടിയും വേണ്ട, മനസ്സിലായില്ലേ? അങ്ങനെ പറയാൻ നാണക്കേടാണെന്നുള്ള
നമ്മൾ കയ്യിൽ എന്തെങ്കിലും സേഫ്റ്റിക്ക് കരുതി വെക്കണം ഗൈസ്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കയ്യിലെ നഖം ഉണ്ടല്ലോ അത് വെച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് നുള്ള എന്തെങ്കിലും ചെയ്യും. കൈ മൂർക്കി ഒന്ന് ഇടിയെങ്കിലും കൊടുക്കവന്. അതുപോലും ചെയ്യാതെ എൻ്റെ ബസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ചില കുട്ടികളെന്ന് പറഞ്ഞാൽ അതുപോലും ചെയ്യാനുള്ള എന്താ പറയുക ഒരു ഇതില്ലാതെ നിൽക്കുന്നു. പേടിയാണ് സത്യം പറഞ്ഞാൽ, അവർക്ക് പേടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മോശമല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് മോശമാണ്, അതൊക്കെ എല്ലാവരും അറിയും, പിന്നെ എന്നെ ആ രീതിയിലേ കാണത്തുള്ളൂ, അങ്ങനെയൊക്കെ ഒരു ആരും നമ്മളെ ഒരു രീതിയിലും കാണാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഓൾ ഗേൾസ് എന്തെങ്കിലും ചെയ്യാൻ, ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ തിരിച്ച് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷൻ എന്നല്ല, ഏത് സിറ്റുവേഷൻ വന്നാലും എന്തോ ആയിക്കോട്ടെ, ഒരു ബോയ്ക്കും നമ്മുടെ ദേഹത്ത് തൊടാൻ ഒരു അവകാശമില്ല. മനസ്സിലായില്ലേ? നമ്മളെ പാരൻസിന് മാത്രം. പാരൻസ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മാത്രം. ഓക്കെ, ബൈ.